ഈ പറഞ്ഞ ഹൈക്കോടതിയുടെ മുമ്പാകെ ഇപ്പം നിലവിലുള്ള കേസിലുള്ള കൗൺസിലർമാരല്ലാതെ മറ്റു പലരും കൂടി അത് ഫയൽ ചെയ്തവർ അത് ഫയൽ ചെയ്തു. ഈശ്വരനാമത്തിലോ ദൃഢപ്രതിജ്ഞയോ അല്ലാതെ ചെയ്ത എല്ലാ പേരും അതിൽ ആപ്ലിക്കബിൾ ആണ്. അപ്പോൾ അങ്ങനെ ചെയ്തിട്ടുള്ള മറ്റാൾക്കാരുണ്ട്. രേഖകൾ കാണിക്കുന്നത് അങ്ങനെയാണ്. ചുരുങ്ങിയ കാലം കൊണ്ട് തന്നെ ജനങ്ങൾക്ക് നൽകിയ വാഗ്ദാനങ്ങൾ പാലിച്ച് നല്ല ജനപിന്തുണയോടെ മുന്നോട്ട് പോകുന്ന ഭരണസമിതി, ആ ഭരണസമിതിയെ അസ്ഥിരപ്പെടുത്തുവാൻ വേണ്ടി നടത്തിയ പരിശ്രമങ്ങൾക്കാണ് തിരിച്ചടിയേറ്റിരിക്കുന്നത്. നമസ്കാരം. തിരുവനന്തപുരം നഗരസഭയിലെ ഭരണസമിതി ഏറെ പ്രതിസന്ധിയിലൂടെ നിലവിലിപ്പോൾ കടന്നുപോയിക്കൊണ്ടിരിക്കുകയാണ്. നഗരസഭയിലെ 20 കൗൺസിലർമാർ വീണ്ടും സത്യപ്രതിജ്ഞ ചെയ്യണം എന്ന ഹൈക്കോടതിയുടെ നിർദ്ദേശം നിലവിലിപ്പോൾ വന്നിരിക്കുകയാണ്. ദൈവങ്ങളുടെ പേരിലെ സത്യപ്രതിജ്ഞ അസാധുവാണ് എന്നും നിലവിലിപ്പോൾ കോടതി കണ്ടെത്തിയിരിക്കുകയാണ്. ഇതിന്റെ പശ്ചാത്തലത്തിൽ തിരുവനന്തപുരം നഗരസഭാ മേയർ VV രാജേഷ് മാധ്യമങ്ങളെ കാണുകയാണ്. തിരുവനന്തപുരം കോർപ്പറേഷനിലെ പുതിയ ഭരണസമിതി അധികാരത്തിൽ വരുന്നതിന് മുൻപ് തന്നെ കൗൺസിലർമാരുടെ സത്യപ്രതിജ്ഞ നടന്ന ദിവസം ചില കൗൺസിലർമാർ സത്യപ്രതിജ്ഞ ചെയ്തതുമായി ബന്ധപ്പെട്ട് ബഹുമാനപ്പെട്ട ഹൈക്കോടതിയുടെ മുൻപാകെ ഒരു കേസ് നിലവിലുണ്ടായിരുന്നു. ഇന്ന് ആ കേസിൽ ബഹുമാനപ്പെട്ട ഹൈക്കോടതി വിധി പറഞ്ഞിരിക്കുകയാണ്. കേസിൻ്റെ വാദം ആരംഭിച്ച സമയത്ത് തന്നെ ബഹുമാനപ്പെട്ട ഹൈക്കോടതിയുടെ ഭാഗത്തുനിന്ന് ചില നിരീക്ഷണങ്ങളൊക്കെ ഉണ്ടായിരുന്നു. വിധി വന്നതിന് ശേഷം ആ കൗൺസിലർമാരൊക്കെ ആയിട്ട് മേയർ എന്നുള്ള നിലയ്ക്ക് ബന്ധപ്പെട്ടു. ബഹുമാനപ്പെട്ട ഹൈക്കോടതിയുടെ വിധി പൂർണ്ണമായും അംഗീകരിച്ചുകൊണ്ട് ഒരിക്കൽ കൂടി അവർ സത്യപ്രതിജ്ഞ ചെയ്യണം എന്നുള്ള നിലപാടാണ് ഹൈക്കോടതി സ്വീകരിച്ചിരിക്കുന്നത്. അത് അക്ഷരം പ്രതി അനുസരിച്ചുകൊണ്ട് അംഗീകരിച്ചുകൊണ്ട് ഭരണസമിതി ശക്തമായിട്ട് മുന്നോട്ട്. അവർ കൗൺസിലർ ഇപ്പോൾ അല്ലെന്ന് കോടതി വിധി പറഞ്ഞിട്ടുണ്ടോ? അല്ല, അവർ കൗൺസിലർ അല്ല എന്ന് കോടതിയുടെ വിധിയിൽ ഉണ്ടോ? ഞാൻ ചോദിക്കുന്നത്, അവരിപ്പോൾ കൗൺസിലർമാരല്ല എന്ന് കോടതിയുടെ വിധിയിലുണ്ടോ? ഏത് ലൈനിലുള്ളത്? ഞാൻ സ്വാഭാവികതയല്ല, ബഹുമാനപ്പെട്ട ഹൈക്കോടതിയുടെ ഉത്തരവിൽ ഏതെങ്കിലും ഒരു വരിയിൽ അവരിപ്പോൾ കൗൺസിലർ അല്ല എന്നുണ്ടെങ്കിൽ ഞാനതിന് മറുപടി പറയാം. അതെ, തീർച്ചയായിട്ടും നടക്കും. തീർച്ചയായിട്ടും നടക്കണം. ബഹുമാനോടെ കോടതി അതല്ലേ പറഞ്ഞിരിക്കുന്നത്. അല്ല, അത് മറ്റേ 4 ആഴ്ച സമയമുണ്ടല്ലോ. ഇതിപ്പോൾ വന്നിട്ട് ഒരു 10 മിനിറ്റ് അല്ലേ 15 മിനിറ്റ് അല്ലേ ആയുള്ളൂ. ഇതേ ബഹുമാനപ്പെട്ട കോടതി മുമ്പാകെ ഇത് വീണ്ടും ചോദ്യം വരുമല്ലോ, ഈ ആവശ്യം വരുമല്ലോ. കോടതി തീരുമാനിക്കുന്നതനുസരിച്ചിട്ട് ഹൈക്കോടതി ഉത്തരവിൽ അങ്ങനെ ഒരു നിരീക്ഷണം ഉണ്ടെങ്കിൽ അതിന് മറുപടി പറയാൻ മേയർ എന്നുള്ളത് ബാധ്യസ്ഥനാണ്. ഞങ്ങൾ ഹൈക്കോടതി ഉത്തരവിനെ പൂർണ്ണമായിട്ടും അംഗീകരിക്കുന്നു, അനുസരിക്കുന്നു. തീർച്ചയായിട്ടും അത് അജണ്ട എല്ലാം ഇപ്പോൾ തയ്യാറായിക്കൊണ്ട് ഇന്ന് വൈകുന്നേരം തന്നെ കൗൺസിലർമാർക്ക് അജണ്ട നൽകി തുടങ്ങും. സ്റ്റാൻഡിംഗ് കമ്മിറ്റി ഇവിടെ ഉണ്ട്. അതൊന്ന് ചേർന്ന് കഴിഞ്ഞാൽ അജണ്ട നൽകി തുടങ്ങും. അത് നേരത്തെ തന്നെ പറഞ്ഞാണല്ലോ. വളരെ മുമ്പ് തന്നെ 29 കൗൺസിൽ യോഗം പ്രിപ്പയർ ആയല്ലോ. അജണ്ട പ്രിപ്പയർ ആയി കഴിഞ്ഞു. 2 സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാന്മാരും ഉണ്ട്. അവർ 3 പേരുണ്ട്. അവരൊക്കെ പ്രിപ്പയർ ആയിക്കൊണ്ടിരിക്കുകയാണ്. ഹെൽത്ത് നടക്കും. ഹെൽത്ത് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുക. എവിടെ ഉത്തരവില്ലതുണ്ടോ? മേയർ ഒരു മേയർക്കും ഒരു ഡെപ്യൂട്ടി മേയർക്കും മാത്രമേ ഒരു സമയം തുടരാൻ പറ്റുള്ളൂ. ഇപ്പൊ രണ്ടും ഉണ്ട്. കോടതി ഉത്തരവിൽ അതില്ലല്ലോ. ഇനി വേറൊരു കാര്യം കൂടി, മേയർ എന്നുള്ള നിലയ്ക്ക് ഈ ഉത്തരവിന്റെ പശ്ചാത്തലത്തിൽ ഞങ്ങളുടെ ആലോചനയിൽ വന്നിട്ടുണ്ട്. ഈ ബഹുമാനപ്പെട്ട ഹൈക്കോടതി മുമ്പാകെ റെസ്പോണ്ടൻസ് ആയിട്ട് പോയ വന്ന കൗൺസിലർമാരുടെ പേരുകളല്ലാതെ മറ്റു ചിലർ കൂടി ചില ദൈവങ്ങളുടെ പേര് സത്യപ്രതിജ്ഞ ചെയ്തിട്ടുണ്ട്. സ്വാഭാവികമായിട്ടും 101 പേർക്കും ഈ വിധി ആപ്ലിക്കബിൾ ആണ്. അപ്പോൾ സത്യപ്രതിജ്ഞ ചെയ്ത സമയത്ത് അവരെ കൂടി ഇതിൽ ഉൾപ്പെടുത്തേണ്ടതായിട്ടുണ്ട്. അതിനെക്കുറിച്ചും ആലോചിക്കും. അതിൻ്റെ നിയമവശങ്ങൾ ആലോചിക്കും. അതെല്ലാം റെക്കോർഡ് ചെയ്തിട്ടുണ്ട്. അതോടൊപ്പം തന്നെ മിനിറ്റ്സിലുണ്ട്, കേസ് പാർട്ടിലൊക്കെ ഉണ്ട്. അപ്പോൾ അല്ലെങ്കിൽ പിന്നെ അവരുടെ അസാധുവായി പോകും. ഈ വിധി വരുമ്പോൾ 101 പേർക്കും ബാധകമാണല്ലോ. അപ്പോൾ ഈ പറഞ്ഞ ഹൈക്കോടതിയുടെ മുമ്പാകെ ഇപ്പം നിലവിലുള്ള കേസിലുള്ള കൗൺസിലർമാരല്ലാതെ മറ്റു പലരും കൂടി അത് ഫയൽ ചെയ്തവർ അത് ഫയൽ ചെയ്തില്ല. അവരുടെ പേര് ഫയൽ ചെയ്തില്ല. അതുകൂടി കണ്ടെത്തിയിട്ട് അവരുകൂടി ചെയ്യേണ്ടി വരും. അതിനോട് നിയമവശം പരിശോധിക്കും.
നിങ്ങളും പരിശോധിച്ചാൽ അറിയാം ആരൊക്കെയാണ് ഏതൊക്കെ ദൈവങ്ങളുടെ പേരിലാണ് ചെയ്തതെന്ന്. അല്ല, അവരെയും കൂടി ഞാൻ മേയർ എന്നുള്ള നിലയ്ക്ക് എന്നെ സംബന്ധിച്ചിടത്തോളം 101 പേരെ സംരക്ഷിക്കണം. സ്വയമായിട്ടുള്ള സംരക്ഷണം നോക്കണം. അതോടൊപ്പം തന്നെ 101 പേരെയും കൗൺസിലർമാരുടെന്നുള്ള നിലയ്ക്ക് ജനങ്ങൾ ജയിപ്പിച്ചു വിട്ടല്ലേ. അപ്പൊ ഈ വിധി വന്നതോടുകൂടി അങ്ങനെ ചെയ്ത എല്ലാ പേരും ഈശ്വരനാമത്തിലോ ദൃഢപ്രതിജ്ഞയോ അല്ലാതെ ചെയ്ത എല്ലാ പേരും അതിൽ ആപ്ലിക്കബിൾ ആണ്. അപ്പൊ അങ്ങനെ ചെയ്തിട്ടുള്ള മറ്റാൾക്കാരുണ്ട്, രേഖകൾ കാണിക്കുന്ന അങ്ങനെയാണ്, അവരും ഇവിടെ ചെയ്യേണ്ടി വരും. അതാണ് ഞാൻ അടുത്ത പറയാൻ പോകുന്ന പോയിന്റ്. ഈ കേസ് നിങ്ങൾ പല മാധ്യമങ്ങളും വാർത്ത കൊടുക്കുന്നത് തിരിച്ചടി കേസ് ഫയൽ ചെയ്തവർക്കാണ്. തിരിച്ചടി. അവരുടെ ആർഗ്യുമെന്റ് തള്ളിക്കളഞ്ഞിരിക്കുകയാണ്. കാരണം എന്താണ്? അവരാവശ്യപ്പെട്ട് തെരഞ്ഞെടുപ്പ് തന്നെ റദ്ദാക്കണം. അതായത് തിരുവനന്തപുരം കോർപ്പറേഷനിൽ ജനങ്ങൾ തിരഞ്ഞെടുത്ത ഒരു ഭരണസമിതി ചുരുങ്ങിയ കാലം കൊണ്ട് തന്നെ ജനങ്ങൾക്ക് നൽകിയ വാഗ്ദാനങ്ങൾ പാലിച്ച് നല്ല ജനപിന്തുണയോടെ മുന്നോട്ട് പോകുന്ന ഭരണസമിതി, ആ ഭരണസമിതിയെ അസ്ഥിരപ്പെടുത്തുവാൻ വേണ്ടി നടത്തിയ പരിശ്രമങ്ങൾക്കാണ് തിരിച്ചടിയേറ്റിരിക്കുന്നത് അല്ലേ? അതിൽ ഒരു വാക്ക് പോലും ഈ കൗൺസിലർമാർ അസാധുവാണെന്നോ ഇവരുടെ തെരഞ്ഞെടുപ്പ് അസാധുവാണെന്നോ ഇവർ ഇപ്പോൾ കൗൺസിലർമാരല്ലെന്നോ ഒന്നും പറഞ്ഞിട്ടില്ല. 24 മണിക്കൂറിനോ 48 മണിക്കൂറിനോ സത്യപ്രതിജ്ഞ ചെയ്യണമെന്നും പറഞ്ഞിട്ടില്ല. അടുത്ത കൗൺസിൽ യോഗത്തിന് മുമ്പ് സത്യപ്രതിജ്ഞ ചെയ്യണമെന്നും പറഞ്ഞിട്ടില്ല. 4 ആഴ്ചയ്ക്കകം സത്യപ്രതിജ്ഞ ചെയ്യണമെന്നാണ് ബഹുമാനപ്പെട്ട ഹൈക്കോടതി പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ കേസ് ഫയൽ ചെയ്തവർക്കാണ് തിരിച്ചടി. ഈ കേസ് ബഹുമാനപ്പെട്ട ഹൈക്കോടതി മുമ്പാകെ വന്നപ്പോൾ തന്നെ, ഈ വിഷയം ചർച്ചയിൽ വന്നപ്പോൾ തന്നെ ഇതിൽ എല്ലാ വശങ്ങളും ഞങ്ങൾ ആലോചിച്ചിരുന്നു ഭരണസമിതി. അപ്പോൾ അതിൽ ഞങ്ങൾ പ്രതീക്ഷിച്ചിരുന്ന തരത്തിൽ തന്നെയാണ് കാര്യങ്ങൾ അവസാനിച്ചത്. അതുകൊണ്ട് തന്നെ ഞങ്ങൾ നല്ല കോൺഫിഡൻസിൽ, മുമ്പത്തേക്കാൾ കൂടുതൽ ആത്മവിശ്വാസത്തിൽ ഈ ഭരണസമിതി മുന്നോട്ട് പോകുന്നത്. അതാണ് അതെ 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 തീർച്ചയായിട്ടും. മാത്രമല്ല, ഈ ഫയൽ ചെയ്തവരുടെ ഉദ്ദേശശുദ്ധി ജനാധിപത്യത്തെ സംരക്ഷിക്കലായിരുന്നുവെങ്കിൽ അങ്ങനെ ഓരോ ദൈവങ്ങളുടെയും പേരിൽ സത്യപ്രതിജ്ഞ ചെയ്ത് എല്ലാവരെയും പ്രതിയായി കേസ് കൊടുക്കണമായിരുന്നു. കൊടുത്തില്ല, സെലക്റ്റീവായി. അവിടെ ആ സങ്കുചിതമായ മാനസികാവസ്ഥയും കൂടിയാണ് ചിന്തിക്കേണ്ടത്, ചർച്ച ചെയ്യേണ്ടത്. എന്തുകൊണ്ട് കൊടുത്തില്ല? ഒന്നുകിൽ ആരെങ്കിലും പ്രീതിപ്പെടുത്താൻ വേണ്ടി, പ്രീണിപ്പിക്കുവാനോ പ്രീതിപ്പെടുത്തുവാനോ ഭയം കൊണ്ടാണ് ഫയൽ ചെയ്യാത്തത്. ജനാധിപത്യത്തെ സംരക്ഷിക്കാൻ വേണ്ടിയാണ് പരാതിക്കാർ ഇറങ്ങിയതെങ്കിൽ അങ്ങനെ ചെയ്ത എല്ലാവരെയും പ്രതിയായി കൊടുക്കണമായിരുന്നു. ഞാനൊന്നും പറഞ്ഞില്ല. മറ്റു പലരും പല ഈശ്വരന്മാരുടെയും പേരിൽ ചെയ്തിട്ടുണ്ടെന്നാണ് ഞാൻ പറഞ്ഞത്. അപ്പൊ ജനാധിപത്യത്തെ സംരക്ഷിക്കാനാണ് ഇറങ്ങി, സെലക്റ്റീവായിട്ട് സംരക്ഷിക്കാൻ ഇറങ്ങരുത്. നിങ്ങൾ പരാതി കൊടുത്ത ആളിനോട് ചോദിച്ചു നോക്കണം. ഞാൻ മേയർ എന്നുള്ള നിലയ്ക്ക് ഒരു പേരും, പക്ഷെ അങ്ങനെ ഉണ്ടെങ്കിൽ എല്ലാവർക്കും ഈക്വലി ആപ്ലിക്കബിൾ ആണ് ഈ വിധി 101 പേർക്കും. ഈ കേസിൽപ്പെട്ടവരല്ലാതെ മറ്റാരെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ അവരും ചെയ്യണമോ? ഉണ്ട്, ഉള്ളതിൻ്റെ അടിസ്ഥാനത്തിലാണ്. അങ്ങനെ ഉണ്ട്, രേഖകളൂടെ പരിശോധിച്ചിട്ട് പറയാം. ഞാൻ പിന്നെ മേയർ എന്നുള്ള നിലയ്ക്ക് പിറ്റേ ദിവസം മുതൽ, ഇപ്പം ബഹുമാനപ്പെട്ട കളക്ടറും സത്യപ്രതിജ്ഞ ചെയ്തിട്ട് പോയി, പിറ്റേ ദിവസം മുതൽ ആരൊക്കെ എന്തൊക്കെയാണ് ചെയ്തെന്ന് പരിശോധിച്ച് നടക്കേണ്ടത് എൻ്റെ ജോലിയുമല്ല, അതിന് സമയമില്ല. ഇനി ഇങ്ങനെ വന്ന സാഹചര്യത്തിൽ മേയർ എന്നുള്ളത് പരിശോധിക്കണം. കാരണം ഇങ്ങനൊരു വിധി വന്നിട്ട് അവരും കൂടി വീണ്ടും സത്യപ്രതിജ്ഞ ചെയ്തില്ലെങ്കിൽ, അസാധുവായ ഒരു 4 ആഴ്ചയ്ക്ക് ചെയ്തില്ലെങ്കിൽ, സാധൂകരിക്കപ്പെടാത്തൊരു കൗൺസിലറായിരിക്കും ഇവിടെ ഇരിക്കുന്നത്. പിന്നീട് ആരെങ്കിലും ഒരു കേസിന് പോയി കഴിഞ്ഞാൽ അവർ ഇടപെട്ട് ചെയ്തതിനൊക്കെ തന്നെ പേഴ്സണലി ലയബിൾ ആയിരിക്കും. അങ്ങനെ ഒരു പ്രതിസന്ധിയിലോട്ട് പ്രതിപക്ഷത്തെ കൗൺസിലർ ആണെങ്കിലും തിരുവനന്തപുരം നഗരസഭ പോകാൻ പാടില്ലല്ലോ. അപ്പോൾ ഇവിടെ മേയർ എന്നുള്ളതൊക്കെ ഞാൻ ചിന്തിക്കുന്നത്, ഒരു പ്രതിപക്ഷ കൗൺസിലർ ആണെങ്കിലും അവർ പ്രതിസന്ധിയിലാവാൻ പാടില്ല. കാര്യം ജനങ്ങൾ തിരഞ്ഞെടുത്ത് 5 വർഷത്തേക്ക് വിട്ടതാണ്. അപ്പം നിയമ പരിരക്ഷ അവർക്കും ഉണ്ടാകണം. അതുകൊണ്ട് ഈ 20 പേരെ സത്യപ്രതിജ്ഞ ചെയ്യിക്കുന്നതിനെ പോലെയോ അതിനേക്കാൾ കൂടുതലോ പരിഗണന കൊടുത്തുകൊണ്ട് അവരെയും സത്യപ്രതിജ്ഞ ചെയ്യാൻ വേണ്ടി പരിശ്രമിക്കും. അത് 20 അസാധുവല്ല എന്ന് പറയുമ്പോൾ അത് മാത്രം എടുത്തു പറയുന്നില്ല. നമ്മൾ അതിൽ ഇത്രയും തരം ചർച്ച ചെയ്തത് നമ്മൾ 19 ഞാൻ പറയാം പിന്നെ നമ്മൾ 19 ഒരു സെക്ഷനായിട്ടും 1 വേറെ സെക്ഷനായിട്ട് ചർച്ച ചെയ്താൽ അതിന്റെ പ്രസക്തിയുണ്ട്. അത് അസാധുവല്ല, അത് ഏഞ്ചലെ ഒരു കൺഫ്യൂഷനിൽ പറഞ്ഞാണ്. കോടതി ഉത്തരവിൽ അസാധുവൊന്നുമില്ല. 4 ആഴ്ചയ്ക്ക് സത്യപ്പെടും. ഞാൻ പറയട്ടെ, ഇവരുടെ തെരഞ്ഞെടുപ്പ് തന്നെ റദ്ദാക്കണമെന്ന് പറഞ്ഞല്ലോ ഹർജി പോയത്. ഇവരുടെ തെരഞ്ഞെടുപ്പ് തന്നെ റദ്ദാക്കണമെന്ന് പറഞ്ഞുകൊണ്ടല്ലോ ഹർജി പോയത്. എത്ര കാലം പ്രസംഗിച്ചു? കോടതിയിൽ തൊട്ടോ? കോടതി പറഞ്ഞത് 4 ആഴ്ചയ്ക്ക് സത്യപ്രതിജ്ഞ ചെയ്യണം എന്നാണ് കോടതി പറഞ്ഞത്. അത് ഞങ്ങൾ അനുസരിക്കുന്നു. എന്ത്? അത് പറഞ്ഞല്ലോ പരാതിക്കാരൻ പോയത്.
ഞാൻ പറയുന്നത് നിങ്ങൾ പരാതി കൊടുത്ത ആളിനോട് ചോദിക്കണം, സെലക്റ്റീവായിട്ട് ജനാധിപത്യത്തെ സംരക്ഷിക്കാൻ ഇറങ്ങുന്നത് എന്തുകൊണ്ടാണ്? അദ്ദേഹം കൊടുത്തെങ്കിൽ സൂക്ഷ്മമായിട്ട് നിരീക്ഷിച്ച് എല്ലാവരും വീണ്ടും ചെയ്യണമെന്ന് കൊടുക്കണ്ടേ? സെലക്റ്റീവായിട്ട് ഇറങ്ങില്ല, അത് ചോദിക്കണം. തെരഞ്ഞെടുപ്പ് റദ്ദാക്കണമെന്ന് പറഞ്ഞ് പോയ ആളിനെ അത് കോടതി മുഖവിലേക്ക് എടുത്തില്ല, തിരിച്ചടി അവിടെയാണ് ഏറ്റത്. ഇല്ല, ഒരു കോടതി ഒരു വിധി പറഞ്ഞാൽ കോടതി ഇപ്പം ആരെ അത് കോടതി വിധി വരുന്നതിന് മുമ്പല്ലേ? ബഹുമാനപ്പെട്ട കോടതിയുടെ വിധി വന്നു കഴിഞ്ഞാൽ, പ്രത്യേകിച്ച് അപ്പലേറ്റ് കോർട്ടുകളുടെ ഹൈക്കോടതി സുപ്രീം കോടതി വിധി വന്നു കഴിഞ്ഞാൽ, ഞങ്ങളെപ്പോലെ ഒരു പൊതുപ്രവർത്തനം നടത്തുന്ന ഒരു പാർട്ടി ആ വിധി മുകൾ കോടതിയിൽ ഞങ്ങൾക്ക് വേണമെങ്കിൽ അതിൽ അപ്പീൽ പോകാം. ഞങ്ങൾ ആ കോടതി വിധിയെ ആരോഗ്യകരമായി അംഗീകരിച്ച് പോകുന്ന പ്രസ്ഥാനമാണ്. ഞങ്ങളുടെ ചരിത്രം ഞങ്ങൾ 50-60 വർഷത്തെ പ്രവർത്തന ചരിത്രം പരിശോധിച്ച് നോക്ക്. ഞങ്ങളുടെ ജഡ്ജിൻ്റെയും ഹൈക്കോടതി ജഡ്ജിൻ്റെയും കൊലക്കത്ത് ചെയ്യാൻ പോയിട്ടില്ല. ജസ്റ്റിസ് VK ബാലിയെ നാട് നടത്തിയ ആരാ? ജഡ്ജിമാരുടെ ഹൈക്കോടതി ജഡ്ജിമാരുടെ കോലം കത്തിച്ചാരാ? ഹൈക്കോടതിയിൽ പ്രകടനം നടത്തിയാരാ? ഞങ്ങൾ ഒരിക്കലും നടത്തി, ഒരു മജിസ്ട്രേറ്റ് കോടതിയിലോട്ടും ഞങ്ങൾ നടത്തിയിട്ടില്ല. അതുകൊണ്ട് ഞങ്ങൾ കോടതി തന്നെയിരിക്കും. ഓക്കെ, അതുകൊണ്ടാണല്ലോ ഞങ്ങൾ പറഞ്ഞത് 24 മണിക്കൂറിന് വിധി പേർ കൈ കിട്ടിയാൽ 24 മണിക്കൂറിന് വേണം സത്യപ്രതിജ്ഞ. ഞങ്ങൾ പ്രിപ്പയർഡാണ്. ഞങ്ങൾ പ്രിപ്പയർഡാണ്. തീരുമാനമല്ല ഞാൻ പറഞ്ഞത്. ഞാൻ പറഞ്ഞത് ഞങ്ങൾ പ്രിപ്പയർഡാണ്. ഇപ്പോൾ കോടതിയുടെ വിധിയുടെ സംരക്ഷണയിലാണ് എല്ലാവരും. ഞങ്ങൾ അക്ഷരം പ്രതി അതനുസരിക്കും. ഇതേ അത് നമുക്ക് അത് എല്ലാം കൂടെ ഇപ്പോൾ പറഞ്ഞാൽ പിന്നെ ഒരു വാർത്താ സമ്മേളനത്തിൽ സ്കോപ്പില്ല. ഇപ്പം നിങ്ങൾക്കും അതിലൊരു തീരുമാനം വരുന്നവരെ കുറച്ച് വാർത്തകൾ കൊടുക്കണമല്ലോ. അപ്പോൾ അതിൻ്റെ സ്കോപ്പെല്ലാം അങ്ങ് തീരും. നമുക്ക് ഒരുമിച്ചാക്കാം. അല്ല, ഞാൻ ആവശ്യപ്പെടുമെന്നും പറഞ്ഞില്ല. അതിൻ്റെ നിയമവശങ്ങൾ പരിശോധിക്കും. ഞാൻ പറഞ്ഞത് പറയട്ടെ അനസ്, ഞാൻ പറഞ്ഞത് അതിൻ്റെ നിയമവശങ്ങൾ പരിശോധിക്കും. ഒരു വിധി വരുമ്പോൾ ഏത് കേസിലാണ് വിധി വന്നാൽ ആ കേസിൽ അകപ്പെട്ട അല്ലെങ്കിൽ കേസ് ഉൾപ്പെട്ട ആൾക്കാർക്ക് മാത്രമല്ല, ഹൈക്കോടതിയുടെയും സുപ്രീം കോടതിയുടെയും വിധി വരുമ്പോൾ അത് ഇത്തരം കേസുകളിൽ എല്ലാവർക്കും ആപ്ലിക്കബിൾ ആണ്. സ്വാഭാവികമാണത്. അതുകൊണ്ടാണ് പറഞ്ഞത് ഈ 101 പേർക്കും ഇത് ആപ്ലിക്കബിൾ ആണ്. അപ്പോൾ മറ്റാരെങ്കിലും അങ്ങനെ ചെയ്തിട്ടുണ്ടോ എന്ന് പരിശോധിക്കുക. അങ്ങനെ ചെയ്തു എന്നുള്ളതാണ് വിവരം. പരിശോധിച്ചിട്ട് അവരെ കൂടി സത്യപ്രതിജ്ഞാ ചടങ്ങിൽ ഉൾക്കൊള്ളിക്കുന്നതിൻ്റെ നിയമവശങ്ങൾ പരിശോധിക്കും. ഇനി നിയമം അതിന് അനുവദിക്കുന്നില്ല എങ്കിൽ വേണ്ട. നിയമപരമായിട്ട് ഇപ്പോൾ യാതൊരു തടസ്സവുമില്ല. ഞാൻ പറയട്ടെ, അദ്ദേഹം നിങ്ങൾ സ്പെസിഫിക് ആയിട്ട് ചോദിച്ചാൽ പറയാം. അദ്ദേഹം തൊട്ട് മുമ്പ് നടന്ന കൗൺസിൽ യോഗത്തിൽ പങ്കെടുത്തിട്ടില്ല. അതിനു മുമ്പുള്ള കൗൺസിൽ യോഗത്തിൽ പങ്കെടുത്തിട്ടുണ്ട്. ഏപ്രിൽ മാസത്തിൽ നടന്ന കൗൺസിൽ യോഗത്തിൽ പങ്കെടുത്തിട്ടുണ്ട്. മെയ് മാസത്തിൽ നടന്ന കൗൺസിൽ യോഗത്തിൽ പങ്കെടുത്തിട്ടില്ല. ഇത് ഇലക്ട്രോണിക് എവിഡൻസും ഉണ്ട്, അല്ലാതെ ഫിസിക്കൽ എവിഡൻസും ആർക്കും ഇവിടെ പരിശോധിക്കും. ഓക്കെ, കഴിഞ്ഞു. അദ്ദേഹം കഴിഞ്ഞു. പിന്നെ അവർ 2 മാസം കൊണ്ട് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അവരുടെ ഒരു സ്വപ്നം, അതിനെ ഞങ്ങൾ തടസ്സപ്പെടുത്തിയില്ല. ഇത്രയേ ഉള്ളൂ. സ്വപ്നം കാണാനുള്ള അവകാശം എല്ലാവർക്കും ഉണ്ടല്ലോ, നമുക്കൊക്കെ ഉണ്ടല്ലോ. എന്തോ ആര് പറഞ്ഞു? ആക്ട് എൻ്റെ ഓഫീസിൽ പോകണം, വന്നാൽ എടുത്തു തരാം. അതിൽ എവിടെയെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ മറുപടി പറയാം. മുനിസിപ്പൽ ആക്ട് ഇംഗ്ലീഷും മലയാളം എൻ്റെ ഓഫീസിലുണ്ട്. ഇത് കഴിഞ്ഞിട്ട് അങ്ങോട്ട് വന്നോളൂ. അതിൽ അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഐ ആം ലയബിൾ ടു ഗീവ് ആൻസർ. അങ്ങ് വരും. അങ്ങ് ആക്ടിൽ അങ്ങനെ പറഞ്ഞിട്ടുള്ള ഏതെങ്കിലും ലൈൻ കാണിച്ചു ഞാൻ 2 വർഷം തരാം. കാരണം അതിലും അങ്ങനെ പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് ആ കാലാവധിയിൽ ഞങ്ങൾ ചെയ്തതിൽ എവിടെയെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടെന്ന് ആക്ടിൽ അങ്ങ് കാണിച്ചു തന്നാൽ ഞാൻ മറുപടി പറയാം. നിങ്ങൾ അതിലൊരു കാര്യങ്ങളൊരു വ്യക്തത വരുന്നത് വരെ വാർത്ത കൊടുത്തോളൂ. അത് വ്യക്തത വരുമല്ലോ, നമുക്ക് നോക്കാം. കാരണം അതിനുള്ള വാർത്ത കൊടുക്കാനുള്ള സ്കോപ്പ് ഞാൻ അടയ്ക്കുന്നില്ല. എന്തായാലും ഞാൻ ഒരു കാര്യം പറയാം. ഭരണസമിതി വളരെ നന്നായിട്ട് കൂടുതൽ ജനപിന്തുണയോടെ 5 വർഷം മുന്നോട്ട്, കൂടുതൽ ഓരോ ദിവസവും നല്ല ജനപിന്തുണയോടെ കൂടുതൽ മുന്നോട്ട്. നിങ്ങളൊക്കെ എവിടെയെങ്കിലും താമസിക്കുന്ന സ്ഥലത്തോ നിങ്ങളുടെ ജോലി ചെയ്യുന്ന സ്ഥലത്തോ തെരുവ് നായ്ക്കളുടെ ശല്യം രൂക്ഷമാകണമെങ്കിൽ അറിയിക്കണം. കാരണം എല്ലാവർക്കും സംരക്ഷണം ഒഴിക്കാൻ മുന്നോട്ട് പോവുകയാണ്. അപ്പോൾ വലിയ ജനപിന്തുണ വരുന്നതിനൊക്കെ ടൗൺ പ്ലാനിംഗ് സ്റ്റാൻഡിംഗ് കമ്മിറ്റി, ഞാൻ പറയാം ഒരു മിനിറ്റ് കൂടെ. ടൗൺ പ്ലാനിംഗ് സ്റ്റാൻഡിംഗ് കമ്മിറ്റി കുറിച്ച് ടൗൺ പ്ലാനിംഗ് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ്റെ ഒക്കെ നേതൃത്വത്തിൽ ഇവിടെയുള്ള പല പാർക്കുകളിലും ഉള്ള ഓഫീസുകൾ അതൊക്കെ തന്നെ പല പാർട്ടി ഓഫീസുകളിലൊക്കെ ആക്കി മാറ്റിയിരിക്കുകയാണ്. അതൊക്കെ അദ്ദേഹമൊക്കെ പോയിട്ട് നേരിട്ട് നിന്ന് ഇതെല്ലാം ഇന്നലെ രാഷ്ട്രീയ എവിടെ പോയി ഇന്നത്തെ പാർക്കുകളുടെ ഒരു സ്ഥിതി വേറെ സൂചിപ്പിച്ചതാണ് നേരത്തെ.
പാർക്കുകൾ അതിനോടനുബന്ധിച്ചുള്ള മുറികളുമെല്ലാം ചില രാഷ്ട്രീയ പാർട്ടികളും വ്യക്തികളുമെല്ലാം അതത് ജംഗ്ഷനിലെ സ്വാധീനം വെച്ചുകൊണ്ട് കൈയടക്കിയിട്ടുള്ളതാണ്. ഞാൻ ഓരോന്നായി പറയുന്നില്ല. കടകംപള്ളിയിലെ ഒരു ഇഷ്യൂ നേരത്തെ നിങ്ങൾ നേരിട്ട് കണ്ടതാണ്. അവിടുത്തെ കൗൺസിലർ ജെ രാജീവ് കൈകാര്യം ചെയ്തൊരു കാര്യം. കഴിഞ്ഞ ദിവസം നമ്മുടെ കുറവൻകുളം ജംഗ്ഷനിലെ പട്ടം താഴെയുള്ള ആ പാർക്ക് കയ്യേറിയിരിക്കുന്നുവെന്ന് അറിയിച്ചത് അവിടുത്തെ കൗൺസിലർ UDF കൗൺസിലർ വൈഷ്ണയാണ്. അതനുസരിച്ച് ഞാനും എന്റെ സഹ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ചെമ്പഴത്തി ഉദയനുമായി അവിടെ ചെല്ലുമ്പോൾ കാണുന്ന കാഴ്ച ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ കൊടികളും തോരണങ്ങളും ഒക്കെ സൂക്ഷിച്ച് ഓഫീസാക്കി മേശയും കസേരയും അലമാരയും ഒക്കെ ഇട്ട് പ്രവർത്തിക്കുകയാണ്. ആ പാർക്കിനകത്തേക്ക് കയറുമ്പോൾ താഴെ ഇതിന്റെ അവശിഷ്ടങ്ങളെല്ലാം ഉണ്ട്. ഈ രാഷ്ട്രീയ പ്രവർത്തനത്തിന്റെ അവശിഷ്ടങ്ങളെല്ലാം താഴെയുണ്ട്. താഴത്തെ നിലയിൽ നമ്മുടെ ഒരു അംഗൻവാടി പ്രവർത്തിക്കുകയാണ്. അംഗനവാടിയിലെ ഏതാണ്ട് 20ഓളം കുട്ടികളെ തിക്കിഞ്ഞെരുക്കി ഒരു കൊച്ചു മുറിയിലാക്കിയിട്ടാണ് ഈ മുകളിലത്തെ 2 മുറി രാഷ്ട്രീയ പാർട്ടിയുടെ ഓഫീസായി പ്രവർത്തിച്ചിരുന്നത്. നിങ്ങളെ ഇന്ന് വിളിച്ചുകൂട്ടി ചിത്രീകരിക്കാനൊന്നും മെനക്കെട്ടില്ല. അതിന് ഉത്തരവാദപ്പെട്ട സെക്രട്ടറിയെ തന്നെ വിളിച്ചിട്ട് ഇന്ന് ബുധനാഴ്ചയ്ക്ക് മുമ്പ് മുഴുവൻ മാറ്റി തരണം. എല്ലാം മാറ്റി ഞങ്ങൾക്ക് പൂട്ടി സുരക്ഷിതമാക്കി മറ്റേതെങ്കിലും പർപ്പസിന് ഉപയോഗിക്കാനുള്ള സൗകര്യം ഒരുക്കി തരണമെന്ന് ആവശ്യപ്പെട്ടു. ഇന്നലെ അവരതനുസരിച്ച് പാലിച്ചു, മുഴുവൻ നീക്കുന്നത്. അപ്പൊ അങ്ങനെ പടിപടിയായി ഇത്തരം കയ്യേറ്റങ്ങൾ ഒഴിപ്പിക്കുന്നതിനുള്ള പ്രവർത്തനം നടത്തിയിരിക്കുകയാണ്. എന്തായാലും സത്യപ്രതിജ്ഞ ഭരണഘടനാ വിരുദ്ധമാണ് എന്ന് കണ്ടെത്തിയ കോടതി പുതിയ സത്യപ്രതിജ്ഞ 4 ആഴ്ചക്കുള്ളിൽ നടത്തണം എന്നുള്ള നിർദ്ദേശവും നൽകിയിട്ടുണ്ട്. LDF പാർലമെന്ററി പാർട്ടി നേതാവ് SP ദീപക് സമർപ്പിച്ച ഹർജിയിലാണ് കോടതിയുടെ നിർണായകമായ നടപടി നിലവിലിപ്പോൾ ഉണ്ടായിരിക്കുന്നത്. തിരുവനന്തപുരം കോർപ്പറേഷൻ തിരഞ്ഞെടുപ്പിൽ വിജയിച്ച 20 BJP കൗൺസിലർമാർ ചട്ടം ലംഘിച്ചാണ് സത്യപ്രതിജ്ഞ ചെയ്തത് എന്ന് ചൂണ്ടിക്കാട്ടിയാണ് SP ദീപക് കോടതിയെ സമീപിച്ചത്. ഒടുവിൽ ഹൈക്കോടതിയുടെ ഈ നിർണായക ഉത്തരവ് പുറത്ത് വന്നിരിക്കുന്നതും. ക്യാമറമാൻ ആഷിക്കിനൊപ്പം അമൽ രുദ്ര, മറുനാടൻ മലയാളി, തിരുവനന്തപുരം.